ഹലോ എവ്രി വൺ വെൽക്കം ടു ഇൻഫിനിറ്റി. ബേയസ് തിയറം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബേയസ് തിയറം പറയുമ്പോൾ E1 E2 എക്സെട്ര ഇ എൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ദെൻ എ എന്ന് പറയുന്നത് ഇതുമായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരു ഈവൻ്റ് ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 പ്ലസ് എക്സെട്ര ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ എൻ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ എൻ ആയിരിക്കും. നമ്മുടെ മൊത്തം സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസിനെ E1 E2 E3 എക്സെട്ര. E1 ആണിത്, ഇത് E2 ആണ്, E3 ആണ്, എക്സെട്ര ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ദെൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് എ എന്ന് പറയുന്നത്. ദെൻ ഈവൻസ് ഒക്കർ ചെയ്യുന്ന ഓർഡറും കൂടെ നോക്കുക. E1 E2 എക്സെട്ര ഒക്കർ ചെയ്യുന്ന ആദ്യം, അതിന് ശേഷമാണ് ഫസ്റ്റ് ഒക്കറും ചെയ്യുന്നത് ഇത്, അതിന് ശേഷം രണ്ടാമതായിട്ടാണ് എ ഒക്കർ ചെയ്യുന്നത്. ദെൻ എയുടെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിൽ മൊത്തം കൊടുത്തിരിക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് En ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ En ആയിരിക്കും. ഈ ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി EI ഗിവൺ എ എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോബബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ആദ്യം ഒക്കർ ചെയ്ത ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി രണ്ടാമത് ഒക്കർ ചെയ്ത ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി വെച്ച് കണ്ടുപിടിക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് EI ഗിവൺ എ റിവേഴ്സ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ്. രണ്ടാമത് ഉള്ളതിൻ്റെ പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് ആദ്യത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ബേയേഴ്സ് തിയറം എന്ന് വിളിക്കുന്നത്. ഈ ഭാഗത്തുള്ള പ്രോബ്ലങ്ങൾ 4 മാർക്കിന് ഒരു എക്സാമിന് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം ഇതാണ്. There are two coins. One is a two-headed coin and another is a bias coin. The probability of getting head is 3/4. One of the coin is chosen at random and tossed. It shows a head. What is the probability that it was a two-headed coin? സോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്ക് രണ്ട് കോയിൻ ഉണ്ട്, കോയിൻ 1ഉം കോയിൻ 2ഉം. ഫസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് അതൊരു ടു ഹെഡഡ് കോയിനാണ്. ടു ഹെഡഡ് കോയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഹെഡാണ്. ദെൻ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് അതൊരു ബയാസ്ഡ് കോയിനാണ്. സോ അവിടെ ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4 ആയിരിക്കും. സോ ഫസ്റ്റ് കോയിൻ 1/4. ഓക്കെ, ദെൻ ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്യാൻ പ്രോബബിലിറ്റീനെ നമുക്ക് 1/2 എന്ന് എടുക്കാം. കാരണം രണ്ട് കോയിനും ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്യുന്ന ഇവൻറ്റ് E1 ആയിട്ടും സെക്കൻഡ് കോയിൻ ചൂസ് ചെയ്യുന്ന ഇവൻറ്റ് E2 ആയിട്ട് എടുക്കാം. എ എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്ന ഇവൻ്റ് ആയിട്ട് എടുക്കാം. ഹെഡ് കിട്ടുന്നത്. സോ നമ്മൾ ആദ്യം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കോയിൻ എടുക്കണം. അതാണ് ആദ്യം നടക്കുന്ന ഇവൻറ്റ്. അതിന് ശേഷമാണ് അത് ത്രോ ചെയ്യുന്നത്. ത്രോ ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുന്നതായിട്ട് നമ്മൾ എടുക്കുന്നു. അത് ഇവൻ്റ് എ ആയിട്ട് എടുക്കുന്നത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് E1 എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് രണ്ട് കോയിനിൽ ഒരു കോയിൻ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് സെക്കൻഡ് കോയിൻ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 തന്നെ. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താ അത് മീൻ ചെയ്യുന്നത്? ഗിവൺ ദാറ്റ് E1, അതായത് E1 ഓൾറെഡി സംഭവിച്ചു, അത് വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്തു എന്നിട്ട് എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്തിട്ട് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുന്നത്. ഫസ്റ്റ് കോയിൻ ചൂസ് ചെയ്തു എന്നിട്ട് ഹെഡ് കിട്ടണം. സോ അതിൽ രണ്ടെണ്ണം ഹെഡാണ്. അപ്പോൾ എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഹെഡ് ആയിരിക്കും കിട്ടുക. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുന്നത് ഷുവറായിട്ട് സംഭവിക്കുന്നതാണ്. അത് 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 ഗിവൺ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി, അതായത് സെക്കൻഡ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 3/4 എന്നറിയാം. ഈസ് ഈക്വൽ ടു 3/4. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നമ്മൾ E2 ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോറി, E1 ഗിവൺ എ നമ്മൾ ത്രോ ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, അത് ഗിവൺ ആണ്. അത് വെച്ചുകൊണ്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് എ ടു ഹെഡഡ് കോയിൻ, അത് ടു ഹെഡഡ് കോയിൻ ആകാനുള്ള പ്രോബിലിറ്റി, അതായത് ഫസ്റ്റ് കോയിൻ ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ബേസ് തിയറി ഉപയോഗിച്ചാണ് നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 divided by probability of E1 into probability of A given E1 plus probability of E2 into probability of A given E2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇതുപോലെ ഓർഡറിൽ താഴെയാണ് എഴുതിയിരിക്കുന്നത്. E1 എഴുതി, E2 എഴുതി, ദെൻ എ ഗിവൺ E1 എഴുതി, എ ഗിവൺ E2 എഴുതി. സോ A1 ഇൻറ്റു എ ഗിവൺ E1 ആണ് മൾട്ടിപ്ലൈ. സോ ഇതിന് പോലെ താഴെ എഴുതുവാണെങ്കിൽ കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാകും. A1 ഇൻറ്റു E1 ഇൻറ്റു എ ഗിവൺ E1 മൾട്ടിപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് 1/2 ഇൻറ്റു 1 divided by then E1 into A given E1. So 1/2 into 1 plus
മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1/2 ഇൻറ്റു 3/4, 1/2 ഇൻറ്റു 3/4. ഓക്കെ, ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ 1/2 രണ്ട് ടീമിലും കോമൺ ആയിട്ടുണ്ട്. സോ 1/2 നമുക്ക് പുറത്തോട്ട് നോക്കാം. ബാക്കി എന്താ ഉള്ളത് നോക്കാം. ബാക്കി ഉണ്ടാവുക ഇസ് ഈക്വൽ ടു 1/2 ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തോട്ട് വെച്ചു കോമൺ ആയിട്ട്. ഡിനോമിനേറ്ററിൽ രണ്ടിലും 1/2 ഉണ്ട്, അത് പുറത്തായിട്ട് കോമൺ ആയിട്ട് വെച്ചു. 1/2 ഇൻറ്റു ഡിനോമിനേറ്റർ ബാക്കി ഉണ്ടാവുക 1 പ്ലസ് 3/4. സോ ഈ 1/2 1/2 ക്യാൻസൽ ആകും. ബാക്കി ഉണ്ടാവുക 1 ഡിവൈഡ് ബൈ, ഇത് ആഡ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 + 3 7/4 എന്ന് കിട്ടും. സോ 1/7/4 ഈക്വൽ ടു 4/7 ആയിരിക്കും 2 ഹെഡഡ് കോയിൻ കിട്ടാനുള്ള പ്രോബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾസ് എ ബി സി manufacture respectively 25%, 35%, and 45% of the balls, and of their output 5%, 4%, and 2% are respectively defective balls. A bolt is drawn at random and the product is found to be defective. What is the probability that it is manufactured by machine B? സോ ഒരു ഫാക്ടറിയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ബോൾട്ടിൻ്റെ 25%, മെഷീൻ എയിലും മെഷീൻ ബിയിൽ 35%, മെഷീൻ സിയിൽ 45%. ഇതിനകത്ത് ഒരു എററുണ്ട്. ഇത് 40% എന്നാണ് കറക്റ്റ് ആൻസർ, കറക്റ്റായിട്ട് ചോദ്യത്തിൽ വരേണ്ടത്. ക്വസ്റ്റ്യനിൽ എററാണ്. സോ ഫസ്റ്റ് E1 എന്ന് പറയുന്നത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. E2 എന്ന് പറയുന്നത് ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവൻ്റ് ആയിട്ടും E3 എന്ന് പറയുന്നത് സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവൻ്റ് ആയിട്ടും എടുക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് ഒരു ബോൾട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 5% ഡിഫക്റ്റീവാണ്. E2 എന്ന് പറയുന്നത്, അതായത് ബി എന്ന് പറയുന്നത് 4% ഡിഫക്റ്റീവാണ്. ദെൻ E3 സിയിൽ 2% ഡിഫക്റ്റീവാണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25% ആണ്. 25% പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ഡിവൈഡ് ബൈ 100 ആണ് E1 എന്ന് പറഞ്ഞ എ എന്ന് പറയുന്ന മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ E2 എന്ന് പറയുന്നത് സെക്കൻഡ് മെഷീൻ, അതായത് ബി എന്ന് പറയുന്ന മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 35%. 35 എന്ന് പറഞ്ഞാൽ 35/100 ആണ് നല്ല പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് E3 മെഷീൻ 3യിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, മെഷീൻ സിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് 40/100. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ ഈവൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഡിഫക്റ്റീവ് ഐറ്റം ഒരെണ്ണം ഒരു 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 ബോൾട്ട് എടുത്ത് റാൻഡം ആയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് അത് ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റീനെ നമുക്ക് എ എന്ന് വിളിക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് E1 ഓൾറെഡി ഗിവൺ ആണ്, അതായത് E1 ഓൾറെഡി സംഭവിച്ചു. സോ നമ്മൾ മെഷീൻ ഫസ്റ്റ് ചൂസ് ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് ഡിഫക്റ്റീവ് ആയിട്ടും കിട്ടാനുള്ള പ്രോബബിലിറ്റി. സോ എ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫക്റ്റീവ് ആയിട്ടും കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മെഷീനിൽ നിന്ന് ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 5 ആണ്. സോ ദാറ്റ് വിൽ ബി 5/100 എന്ന് എഴുതാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 സെക്കൻഡ് മെഷീനിൽ നിന്ന് ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എ ഗിവൺ E2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/100. ദെൻ തേർഡ് മെഷീനിൽ നിന്നാണെങ്കിൽ അതിന് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2/100. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഒരെണ്ണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഫൗണ്ട് ചെയ്തു, ദാറ്റ്സ് ഗിവൺ ആണ്, ഗിവൺ കണ്ടീഷൻ ഡിഫക്റ്റീവ് ഐറ്റം ഫൗണ്ട് ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി? മെഷീൻ ബിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പ്രോബിലിറ്റി. മെഷീൻ ബി എന്ന് പറയുന്നത് അത് E2 ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് E2 ഗിവൺ, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുല എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 divided by probability of E1 into probability of A given E1 plus probability of E2 into probability of A given E1, sorry, E2 plus probability of E3 into probability of A given E3. സോ നോക്കുക, നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ഓർഡറിലാണ്. E1 E2 E3 എഴുതി, A given E1 A given E2 A given E3 എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? E2 into A given E2. So E2 into A given E2, denominator multiplied E1 into A given E1, E1 into A given E1, E2 into A given E2, E3 into A given E3. സോ ഇതുപോലെ ഓർഡറിൽ എഴുതണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഉണ്ടാവും. സോ E2 into A given E2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 35/100 into 4/100 all divided by, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 25/100 into 25/100 into 5/100, 25 into 5 divided by 100 into 100 പ്ലസ് അടുത്തത് 35 into 4 divided by 100 into
100 പ്ലസ് അടുത്തത് 40/100 ഇൻ 2/100. സോ 40 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. സോ ഡിനോമിനേറ്ററിൽ എല്ലാ ടൈമിലും 100 കോമൺ ആണ്. ന്യൂമറേറ്ററിലും അവിടുത്തെ ഡിനോമിനേറ്ററിൽ 100 കോമൺ ആണ്. ആ 100 ഇൻറ്റു 100 കോമൺ ആണ്. ആ 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക 5 ഇൻറ്റു 4 140 ഡിവൈഡ് ബൈ ഇവിടുന്ന് ഹൺഡ്രഡ്സ് നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക 25 ഇൻറ്റു 5 125 പ്ലസ് 35 ഇൻറ്റു 4 140 പ്ലസ് 40 ഇൻറ്റു 2 80. So final answer will be 120, 220 plus 125 will be 345. 140 divided by 345 എന്ന് വരും. So that's equal to 5 വെച്ച് ക്യാൻസൽ ചെയ്യും. 5 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ നമുക്ക് കിട്ടും. That will be 28 divided by, so that answer will be 28 divided by 40. That value is equal to 69. 28 divided by 69. Now consider next question. A and B are independent events. So ഇതാണ് നമ്മുടെ ബേസ് റിലേഷൻ്റെ ചോദ്യം. എ മാൻ ഈസ് നോൺ ടു സ്പീക്ക് ട്രൂത്ത് 4 out of 5 times. He throws a die and reports that it is 5. Find the probability that it is actually 6. സോ ഒരു ആള് ഡൈ ത്രോ ചെയ്യുന്നു, എന്നിട്ട് അയാൾ റിസൾട്ട് കിട്ടുന്നു, അതിനുശേഷം അത് 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈവൻ്റ് E1 എന്ന് പറയുന്നത്, E1 എന്ന് പറയുന്ന ഈവൻ്റായിട്ട് നമുക്ക് 5 കിട്ടാനുള്ള ഈവൻറ്റിനെ E1 എന്ന് എടുക്കാം. ഗെറ്റിംഗ് 5 ആണ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. E2 എന്ന് പറയുന്നത് ഗെറ്റിംഗ് നോട്ട് 5 ആണ്, 5 കിട്ടുന്നില്ല, അതാണ് E2 എന്ന് പറഞ്ഞ ഈവൻറ്റ്. ദെൻ എ എന്ന് പറഞ്ഞ ഈവൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് റിപ്പോർട്ട്സ് 6 ആണ്, റിപ്പോർട്ട്സ് 5 ആണ്. റിപ്പോർട്ട് ചെയ്യുന്നു 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് E1 ഈസ് ഈക്വൽ ടു 5 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. 5 കിട്ടാനുള്ള പ്രോബിലിറ്റി, ഡൈ ത്രോ വെച്ചിട്ട് 5 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ് നമുക്കറിയാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താ അത് മീൻ ചെയ്യുന്നത്? നോട്ട് 5. സോ ഡൈ ത്രോ ചെയ്യുമ്പോൾ 5 എണ്ണം നോട്ട് 5 ആണ് വരുന്നത്. സോ 5/6 ആണ് നോട്ട് 5 ഉള്ള പ്രോബബിലിറ്റി. ദെൻ എ എന്ന് പറഞ്ഞ ഇവൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, അയാൾ 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രോബബിലിറ്റിയാണ്. 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് എ എന്ന് പറഞ്ഞ ഇവൻ്റ്. ദെൻ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്താണെന്ന് കൺസിഡർ ചെയ്യാം. എ ഗിവൺ E1 ഓൾറെഡി സംഭവിച്ചു, അത് വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി. E1 എന്ന് പറഞ്ഞ ഇവൻ്റ് എന്താണ്? ഗെറ്റിംഗ് 5 ആണ്. സോ 5 കിട്ടി, എന്നിട്ട് എ എന്ന് പറഞ്ഞതാണ് 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 5 കിട്ടിയിട്ട് 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. 5 കിട്ടിയിട്ട് 5 എന്ന് റിപ്പോർട്ട് ചെയ്താൽ അതെന്താണ്? ആക്ച്വലി നമുക്ക് 5 ആണ് കിട്ടിയത്, എന്നിട്ട് 5 എന്ന് തന്നെ പറഞ്ഞു. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. 5 കിട്ടി 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് സത്യമാണ്. ദാറ്റ് മീൻസ് സത്യം പറയാനുള്ള പ്രോബിലിറ്റി, സ്പീക്കിംഗ് ട്രൂത്തിനുള്ള പ്രോബിലിറ്റിയാണ് എ ഗിവൺ E1 എന്ന് പറഞ്ഞത്. പ്രത്യേകം മനസ്സിലാക്കുക, 5 കിട്ടി എന്നിട്ട് 5 ആണെന്ന് പറയുന്നു, അതിനുള്ള പ്രോബിലിറ്റിയാണിത്. സോ ദാറ്റ് വിൽ ബി, സത്യം പറയാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/5 ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഗിവൺ E2 സംഭവിച്ചു കഴിഞ്ഞു, അതായത് ഗെറ്റിംഗ് നോട്ട് 5 അല്ല കിട്ടിയത്, എന്നിട്ട് അയാൾ 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 5 അല്ല കിട്ടിയത്, എന്നിട്ട് 5 ആണെന്ന് പറയുന്നു. 5 കിട്ടാതെ 5 ആണെന്ന് പറയുകയാണെങ്കിൽ അത് സത്യമല്ല, നുണയാണ്. സോ സത്യം പറയാതിരിക്കാനുള്ള പ്രോബിലിറ്റി 4/5 ആണ്. അതായത് 5 പ്രാവശ്യത്തിൽ 4 പ്രാവശ്യം സത്യം പറയുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നുണ പറയുന്നത്, 5 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം നുണയായിരിക്കും പറയുന്നത്. സോ നുണ പറയാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2, അതായത് 5 അല്ല കിട്ടിയത് 5 ആണെന്ന് പറഞ്ഞാൽ അത് നുണയാണ്. അതിനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ആക്ച്വലി 5. So we had to find probability of E1 given A. 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്തു, ഇത് ആക്ച്വലി 5 ആകാനുള്ള probability of E1 given A is equal to, by Bayes theorem, this is equal to probability of E1 into probability of A given E1 all divided by probability of E1 into probability of A given E1 plus probability of E2 into probability of A given E2, which is equal to
നമുക്ക് വാല്യൂസ് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ കൃത്യമായിട്ട് ഓരോന്നും താഴെയാണ് എഴുതിയിരിക്കുന്നത്. E1 ഇൻറ്റു എ ഗിവൺ ഇവൺ വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 4/5 ഡിവൈഡഡ് ബൈ E1 ഇൻറ്റു എ ഗിവൺ ഇവൺ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ 1/6 ഇൻറ്റു 4/5 പ്ലസ് E2 ഇൻറ്റു എ ഗിവൺ E2 ആണ്. ദറ്റ് ഈസ് 5/6 ഇൻറ്റു 1/5. ദിസ് ഈക്വൽ ടു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ 4 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 6 ഇൻറ്റു 5 കോമൺ ആണ്. ഇവിടെയും ഡിനോമിനേറ്ററിൽ 6 ഇൻറ്റു 5 കോമൺ ആണ്. ആ 6 ഇൻറ്റു 5 നമ്മൾ ഇവിടെ നമുക്ക് 6 ഇൻറ്റു 5 ഉണ്ടെന്ന് എടുക്കാം. ദെൻ ഇവിടെയും ഡിനോമിനേറ്റർ രണ്ട് ടേമിൻ്റെ അകത്ത് 6 ഇൻറ്റു 5 1 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 5 നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് വെച്ചു. രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് ഇൻറ്റു ബാക്കിയുണ്ടാവുക 6 ഇൻറ്റു 5 കോമൺ ആയിട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടാവുക 4 പ്ലസ് 5 എന്നാണ്. ദെൻ 6 ഇൻറ്റു 5 രണ്ടിടത്ത് നമുക്ക് ക്യാൻസൽ ആക്കാം. ബാക്കിയുണ്ടാവും 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 4/9 ആയിരിക്കും റിക്വയർഡ് പ്രോബബിലിറ്റി. 4/9. Consider next question. There are two bags. First bag contains 3 red and 5 black balls. എക്സാമിന് മിക്കവാറും വരാൻ ചാൻസ് ഉള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണിത്. രണ്ട് ബാഗ് ഫസ്റ്റ് വണ്ണ് സെക്കൻഡ് ബാഗ്. ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യുന്നുള്ള ഈവൻ്റ് എന്ന് പറയുന്നത് ഞാൻ E1 ആയിട്ട് എടുക്കുന്നു. സെക്കൻഡ് ബാഗ് ചൂസ് ചെയ്യുന്നുള്ള ഈവൻ്റ് E2 ആയിട്ട് എടുക്കുന്നു. ദെൻ ബാഗ് 1-ൽ 3 റെഡ് ബോൾസും 5 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. ബാഗ് 2-ൽ 2 റെഡ് ബോൾസും 6 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. വൺ ഓഫ് ദ 2 ബാഗ്സ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ. ഈ രണ്ട് ബാഗിൽ ഒരു ബോക്സ് എടുക്കുന്നു. എന്നിട്ട് ഒരു ബോൾ സെലക്ട് ചെയ്യുന്നു. രണ്ട് ബാഗിൻ്റെ അകത്ത് ഒരു ബാഗ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത ബാഗിൻ്റെ അകത്ത് നിന്ന് ഒരു ബോൾ സെലക്ട് ചെയ്യണം. സോ ഇഫ് ദ ബോൾ ഈസ് റെഡ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഡ്രോൺ ബോൾ റെഡ് എന്നാണ്. എടുക്കുന്ന ബോൾ റെഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ബാഗ്? നമുക്കറിയാം ആദ്യം സംഭവിക്കുന്നത് ബാഗ് സെലക്ട് ചെയ്യുന്നത്, അതിന് ശേഷമാണ് ബോൾ സെലക്ട് ചെയ്തത്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബാഗിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് E1 ഗിവൺ എ. ഒരു റെഡ് ബോൾ സെലക്ട് ചെയ്തു, അത് ഫസ്റ്റ് ബാഗിൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി ഓഫ് E1 ഗിവൺ എ എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ബേസ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് E1 എന്താണെന്ന് അറിയാം. പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. രണ്ട് ബാഗിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E1 ഓൾറെഡി സംഭവിച്ചു, അതായത് ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്തു, അതിൻ്റെ അകത്ത് നിന്ന് റെഡ് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റ് ബാഗിൻ്റെ അകത്ത് റെഡ് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. സോ ഫസ്റ്റ് ബാഗിൽ ആകെ 8 ബോൾസ് ഉണ്ട്, അതിനകത്ത് 3 റെഡ് ആണ്. സോ 8 ബോൾസിൽ 3 എണ്ണമാണ് റെഡ്. സോ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 3/8. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2. സെക്കൻഡ് ബാഗിൻ്റെ അകത്ത് നിന്ന് റെഡ് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. സെക്കൻഡ് ബാഗിൽ 2 റെഡ് ബോൾ ഉണ്ട്, ആകെ 8 ബോൾ. ഓക്കെ, നൗ we have to calculate probability of E1 given A. By Bayes theorem, this is equal to probability of E1 into probability of A given E1 divided by probability of E1 into probability of A given E1 plus probability of E2 into probability of A given E1. അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരെ താഴെയാണ് എഴുതിയിരിക്കുന്നത്. E1 into A given E1 മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 1/2 into 3/8 divided by again E1 into A given E1 1/2 into 3/8 plus 1/2 into 2/8. ഓക്കെ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇവിടെ ഒരു 2/8 കോമൺ ആണ്. 2/8 രണ്ടിൻ്റെ അകത്ത് നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്താണ് ചെയ്യുന്നത്. സോ ഫൈനലി വി ഗെറ്റ് ദിസ് വൺ ആസ് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഡിവൈഡ് ബൈ 3 + 2 5 3/5 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. ഞാൻ കൺസിഡർ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത പോലത്തെ തന്നെ ചോദ്യം, ബാഗ്സിലെ ബോളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗ്, സെക്കൻഡ് ബാഗ് E2. ദെൻ ഫസ്റ്റ് ബാഗിൽ 3 റെഡും 4 ബ്ലാക്കും ആണുള്ളത്. സെക്കൻഡ് ബാഗിൽ 5 റെഡും 6 ബ്ലാക്കും. ദെൻ പ്രോബബിലിറ്റി ഓഫ് E1 ഈക്വൽ ടു 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് E2 ഈക്വൽ ടു 1/2 ആണ്. ദെൻ 6 എന്ന് പറയുന്ന ഇവൻ്റ് റെഡ് ബോൾ ചൂസ് ചെയ്യണം, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ റെഡ് ബോളിൻ്റെ ഇവൻ്റാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ് റെഡ് ബോൾ ചൂസ് ചെയ്യാനുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റ് ബാഗിൽ 3 റെഡ് ബോൾ, ദാറ്റ് വിൽ ബി 3/7.
സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2. സെക്കൻഡ് ബാഗിൽ 5 റെഡ് ബോൾ, സോ ആകെ 11 ബോൾസ്. 5/11 ആയിരിക്കും സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് റെഡ് ബോൾ കിട്ടി, അത് സെക്കൻഡ് ബാഗിൽ നിന്നുള്ള പ്രോബിലിറ്റി. റെഡ് ബോൾ സെക്കൻഡ് ബോൾ ആകാനുള്ള പ്രോബിലിറ്റി ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ റെഡ് ബോൾ, which is equal to, by base theorem, this is equal to probability of E2 into probability of A given E2 divided by probability of E1 into probability of A given E1 plus probability of E2 into probability of A given E2, which is equal to E2 into A given E2 എന്ന് പറയുമ്പോൾ ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത് 1/2 into 5/11. 1/2 into 5/11 divided by this also E1 into A given E1, that is 1/2 into 3/7 plus 1/2 into 5/11. ന്യൂമറേറ്ററിൽ 1/2 കോമൺ ആണ്. 1/2 നമ്മൾ ഔട്ട് സൈഡ് വെക്കുകയാണ്. 1/2 ഇൻറ്റു ഒരു 5/11 ഉണ്ട് ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ളത് 1/2, രണ്ടിലും കോമൺ ആണ്. 1/2 ഇൻറ്റു 3/7 പ്ലസ് 5/11 ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി ഉണ്ടാവുക 5/11 ആണ്. 5/11 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 7 ഇൻറ്റു 11 വരും. സോ നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 വെച്ച് മൾട്ടിപ്ലൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 7 അല്ലേ, 7/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇതിനെ ഡിനോമിനേറ്ററെ ക്രോസ് മൾട്ടിപ്ലൈ, 3 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 33 പ്ലസ് 7 ഇൻറ്റു 5 35 ഓൾ ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11. ഇനി നമുക്ക് ഈ 7 ഇൻറ്റു 7 വെച്ച് മൾട്ടിപ്ലൈ, 7/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഈ 7 ഇൻറ്റു 11 ഈ 7 ഇൻറ്റു 11 ക്യാൻസൽ ചെയ്യണം. 7 ഇൻറ്റു 11 ക്യാൻസൽ ആകുന്നു, ബാക്കി ഉണ്ടാവുക 5 ഇൻറ്റു 7 35 ഡിവൈഡഡ് ബൈ 33 പ്ലസ് 35 68. ദിസ് ഇസ് റിക്വയർഡ് പ്രോബിലിറ്റി. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ചോദ്യവും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ബാക്സിൻ്റെ ബോളിൻ്റെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം വരുന്ന ചോദ്യങ്ങൾ നോക്കുക. അതേ ചോദ്യം തന്നെ, ചോദ്യത്തിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത് ഇവിടെ ബാഗ് 1ൽ 5 റെഡ് 3 ബ്ലാക്ക്, അടുത്തതിനകത്ത് 3 റെഡ് 7 ബ്ലാക്ക്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ബാഗിനകത്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് E2 ഗിവൺ എ കണ്ടുപിടിക്കണം. ദെൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ദെൻ നമ്മൾ ചെയ്ത അതേ ചോദ്യമാണിത്. ദെൻ ബാഗ് കണ്ടെയ്ൻസ്, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ഫസ്റ്റ് ബാഗ്. അതേ ചോദ്യം, ബാഗിൻ്റെ ബോളിൻ്റെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം. ഓക്കെ, now consider next question. Okay, consider question. A bag contains 5 black and 6 white balls. ഒരു ബാഗിൽ 5 ബ്ലാക്ക് ബോളും 6 വൈറ്റ് ബോളും ഉള്ളത്. ഓക്കെ, ദെൻ ഈ ബാഗിലേക്ക് 4 ബോളുകൾ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഷഫിൾ ചെയ്തിട്ട് ഒരു ബോൾ എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ആഡഡ് ബോൾസ് ആർ ബ്ലാക്ക്? സോ നമ്മൾ ഫസ്റ്റ് ഈവൻ്റ് ആയിട്ട് എടുക്കുന്നത്, E1 എന്ന് പറയുന്ന ഈവൻ്റ് ആയിട്ട് എടുക്കുന്നത്, ഓൾറെഡി ഈ ബാഗിലേക്ക് ഒന്നെങ്കിൽ 4 ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 4 വൈറ്റ് ബോൾ ആഡ് ചെയ്യണം. 4 ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യുന്ന ഇവൻ്റാണ് E1 എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോൾ ആണ് ആഡ് ചെയ്യുന്നത്. 4 ബ്ലാക്ക് ബോൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ബോൾ ആകും? അപ്പോൾ 9 ബ്ലാക്ക് ബോളും 6 വൈറ്റ് ബോളും ആകും. ഓക്കെ, E2 എന്ന് പറയുന്ന ഇവൻ്റ് ആയിട്ട് എടുക്കുന്നത്, ആ ആഡ് ചെയ്ത 4 ബോളും വൈറ്റ് ബോളാണ്. സോ അപ്പോൾ കിട്ടുന്നത് നമുക്ക് 5 ബ്ലാക്ക് ബോൾ ഉണ്ടാകും. ആഡ് ചെയ്ത 4 വൈറ്റ് ബോൾ ആണെങ്കിൽ 6ഉം 4ഉം 10 വൈറ്റ് ബോൾ ആകും. E1 എന്ന് പറയുന്നത് 4 ബ്ലാക്ക് ബോൾ ആഡ് ചെയ്ത ഇവൻറ്റും, E2 എന്ന് പറയുന്നത് 4 വൈറ്റ് ബോൾ ആഡ് ചെയ്ത ഇവൻറ്റുമാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബോക്സ് എടുക്കുന്നു, ബാഗ് എടുക്കുന്നു, എന്നിട്ട് ഒരു ബോൾ എടുക്കുന്നു. ആ ബോൾ കിട്ടിയത് വൈറ്റ് ആണ് എടുക്കുന്നത്. ഡ്രോൺ ബോൾ വൈറ്റ് ആണ് എടുക്കുന്നത്, വൈറ്റ്. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. E2 എന്ന് പറയുന്നത് ബ്ലാക്ക് ബോൾ ആഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. വൈറ്റ് ബോൾ ഓൺ ബ്ലാക്ക് ബോൾ, അത് രണ്ടിലുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് തുല്യമാണ്. സോ പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഒന്നെങ്കിൽ ബ്ലാക്ക് ബോൾ അല്ലെങ്കിൽ വൈറ്റ് ബോൾ ആണ് ആഡ് ചെയ്യുന്നത്. സോ അതിന് രണ്ടിനും ഉള്ള സാധ്യത ഈക്വൽ ആണ്. പ്രോബിലിറ്റി E1 = 1/2, പ്രോബിലിറ്റി ഓഫ് E2 = 1/2. ദെൻ വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ആഡഡ് ബോൾസ് ആർ ബ്ലാക്ക്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
ആഡഡ് ബോൾസ് ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ഈവൺ ആണ് കണ്ടുപിടിക്കുക. ഗിവൺ ദാറ്റ് ഒരു ബോൾ കിട്ടിയത് വൈറ്റ് ആണ്, പ്രോബിലിറ്റി ഈവൺ ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഈവൺ ഈസ് ഈക്വൽ ടു എ ഗിവൺ ഈവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈവൺ എന്ന് പറഞ്ഞ ഈവൻ ഒക്കർ ചെയ്തു, അതിൻ്റെ അകത്ത് നിന്ന് എയുടെ പ്രോബിലിറ്റി. ഈവൺ എന്ന് പറഞ്ഞ ഈവൻ്റ് ഇതാണ്, ഇതിൻ്റെ അകത്ത് നിന്ന് എയുടെ പ്രോബിലിറ്റി. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഈ ബാഗിൻ്റെ അകത്ത് നിന്ന് ഈവൺ എന്ന് പറഞ്ഞ ബാഗിൻ്റെ അകത്ത് നിന്ന് ഒരു വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി. വൈറ്റ് ബോളിൻ്റെ എണ്ണം 6ആണ്. സോ ആകെ ബോൾസിൻ്റെ എണ്ണം 15. 15ൽ 6 വൈറ്റ് ബോൾ. സോ 6/15 ആയിരിക്കും പ്രോബിലിറ്റി എ ഗിവൺ. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2 ഈസ് ഈക്വൽ ടു ആകെ ബോൾസ് E2 എന്ന് പറഞ്ഞ ബാഗിൻ്റെ അകത്ത് നിന്ന് വൈറ്റ് ബോൾ ചൂസ് ചെയ്യണം. ആകെ ബോൾസ് 15, അതിൽ 10 വൈറ്റ്സ്. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി. ഓക്കെ, സോ വി ഹാവ് probability of E1 given A equal to, by definition this is equal to, by Bayes theorem this is equal to probability of E1 into probability of A given E1 divided by probability of A given E1 into, sorry, E1 into probability of E1 into A given E1 plus probability of E2 into probability of A given E2. Value substitute ചെയ്യാം. This is equal to E1 into, നേരെ താഴെയാണ്, E1 into A given E1 is equal to 1/2 into 6/15 all divided by 1/2 into 6/15 plus നേരെ താഴെയാണ് E2 into A given E2, that is 1/2 into 10/15. ഇവിടെയും ഡിനോമിനേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ക്യാൻസൽ സിംപ്ലിഫൈ ചെയ്യുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്ററും താഴത്തെ ഡിനോമിനേറ്ററും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഡിനോമിനേറ്റർ 2/15 കോമൺ ഉണ്ട്, ഇവിടെയും രണ്ട് ടൈമിലും 2/15. അത് ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ന്യൂമറേറ്ററിൽ 6, ഡിനോമിനേറ്ററിൽ 6 + 10. 6 + 10 ഇസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 16 ഇസ് ഈക്വൽ ടു 3/8 ആയിരിക്കും റിക്വയർഡ് പ്രോബിലിറ്റി. കൺസിഡർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചെയ്ത അതേ ചോദ്യം ഓൾറെഡി ചെയ്തതാണ്. അവിടെ 5ന് പകരം ഇവിടെ 6 വരുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. സെയിം ആൻസർ തന്നെയായിരിക്കും വരിക. ഓക്കെ, നൗ കുറച്ച് വ്യത്യാസമുള്ള ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അഡീഷണൽ കാര്യം കൂടെ കണ്ടുപിടിക്കണം. ദറ്റ് ഇസ് ഈക്വൽ ടു രണ്ട് ബാഗുണ്ട്. രണ്ട് ബാഗ് ഐഡൻറ്റിറ്റിക്കൽ ബാഗാണ്. സോ ഫസ്റ്റ് ബാഗിൽ 3 റെഡും 4 ബ്ലാക്കുമാണ്. 3 റെഡ് 4 ബ്ലാക്ക്. സെക്കൻഡ് ബാഗിൽ 5 റെഡും 5 റെഡും 4 ബ്ലാക്കും. സോ എ എന്ന് പറഞ്ഞ ഈവൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്, എ എന്ന് പറഞ്ഞ ഈവൻ്റ് പ്രോബിലിറ്റി ദാറ്റ് ഡ്രോൺ ബോൾ ഈസ് റെഡ് ബോൾ. ഡ്രോൺ റെഡ് ബോളാണ് എ എന്ന് പറഞ്ഞ ഇവര്. ഇപ്പം തൊട്ട് മുൻപത്തെ ചോദ്യം ചെറിയൊരു വ്യത്യാസമാണുള്ളത്. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞ ഇവൻ്റെ ഫസ്റ്റ് ബാഗും E2 എന്ന് പറഞ്ഞ സെക്കൻഡ് ബാഗുമായിട്ട് എടുക്കുക. ദെൻ പ്രോബിലിറ്റി ഓഫ് E1 എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2. പ്രോബിലിറ്റി ഓഫ് E2 സെക്കൻഡ് ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 തന്നെ. ദെൻ പ്രോബിലിറ്റി ഓഫ് A ഗിവൺ E1 ഫസ്റ്റ് ബാഗിൻ്റെ അകത്ത് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി E1 ഗിവൺ ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ബാഗിൽ 3 റെഡ് ഉണ്ട്, ആകെ 7 ബോൾസിൽ. പ്രോബിലിറ്റി ഓഫ് A ഗിവൺ E2 സെക്കൻഡ് ബാഗിൻ്റെ അകത്ത് റെഡ് ബോൾ കിട്ടാനുള്ളത്, സെക്കൻഡ് ബാഗിൽ 5 റെഡ് ബോൾ, ആകെ 9. സോ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് പ്രോബ്ലം ഈസ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്രോൺ ബോൾ റെഡ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആണ് കണ്ടുപിടിക്കണം. തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ വരെ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ നമ്മൾ ടോട്ടൽ തിയറം ഓൺ മൾട്ടിപ്ലിക്കേഷൻ, ടോട്ടൽ തിയറം ഓൺ പ്രോബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കും. പ്രോബിലിറ്റി എന്ന് പറയുന്നത്, സോ നമ്മൾ ബേസ് തിയറം എഴുതിയാലും ബേസ് തിയറത്തിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് E1 into probability of A given E1 plus probability of E2 into probability of A given E2 ആയിരിക്കും probability of A എന്ന് പറയുന്നത്, which is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്യാം. E1 into A given E1 equal to 1/2 into 3/7 plus 1/2 into 5/9. The value is equal to നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. സോ 3 രണ്ടിൽ 1/2 കോമൺ ആണ്, 1/2 പുറത്തോട്ട് വെച്ച് ഒക്കെ ഉണ്ടാവുക 3/7 plus 5/9 which is equal to 1/2 into first multiplier 27 plus 35 divided by 63 എന്ന് കിട്ടും. 27 plus 35 equal to 1/2 into 62 divided by 63 is equal to 31 divided by 63 ആയിരിക്കും ഫൈനൽ ആൻസർ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ്
Find the probability that the red ball is drawn. What is the probability that it drawn from the first bag? That is probability of E1 given A ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. സോ അത് ഈസിയാണ്, തൊട്ട് മുൻപ് ചെയ്ത അതേ പ്രോബ്ലം. ദെൻ സിമിലർ ആയിട്ടുള്ള ചോദ്യം തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ find the probability that drawn ball is red. That is we have to find probability of A. Total pair of condition probability വെച്ചുകൊണ്ട് തൊട്ട് മുൻപ് അതേ ചെയ്ത ചോദ്യം E1 into A given E1 plus E2 into probability of A given E2. സെയിം ചോദ്യം. ഓക്കെ, സോ അതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മാനുഫാക്ചറിന് ചെയ്തതാണ്. അവിടെ പെർസെൻറ്റേജിൽ മാത്രം വ്യത്യാസം. അവിടെ 5 4 2 ആയിരുന്നു, ഇവിടെ 1 2 3 4. Then we had to find, it was machine from machine B. So we had to calculate probability of E2 given A കണ്ടുപിടിക്കണം. Okay, where probability of E1 is equal to 25 by 100. Probability of E2 equal to 35 by 100. Probability of E3 is equal to 40 by 100. Then probability of A given E1, അതായത് ഡിഫക്റ്റീവ് കിട്ടുന്നത് ഫസ്റ്റ് മെഷീനിൽ അതിലുള്ള പ്രോബിലിറ്റി 1/100, 1% ആണ്. പ്രോബിലിറ്റി ഓഫ് A given E2 is equal to 2/100 and probability of A given E3 is equal to 3/100. Then we have to find probability of E2 given A. ബേസ് തരത്തിൻ്റെ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ആൻസർ ചെയ്യാം. കൺസിഡർ സെയിം ക്വസ്റ്റ്യൻ, സിമിലർ ആയിട്ട് ബോക്സിൻ്റെ കേസ് വന്നിരിക്കുന്നു. ദെൻ ഇവിടെയും അതുപോലെ തന്നെ മെഷീൻ്റെ പ്രോബ്ലം, അതേ ചോദ്യം തന്നെ, പെർസെൻറ്റേജിൽ മാത്രം വ്യത്യാസം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുള്ള ഫുൾ മാർക്ക് മേടിക്കാവുന്നതാണ്. താങ്ക് യു.